പത്തനംതിട്ടയുടെ പശ്ചാത്തലത്തിൽ ഒരുങ്ങിയ ക്രിസ്തുമസ് ആൽബം യൂട്യൂബിൽ തരംഗമാകുന്നു. ലെറ്റ്സ് ക്രിസ്മസ് എന്ന ആൽബമാണ് യൂട്യൂബിൽ പ്രേക്ഷക ശ്രദ്ധ നേടുന്നത്. ജാസി ഗിഫ്റ്റും ചന്ദ്രലേഖയും ആലപിച്ച ആൽബത്തിന്റെ പിന്നണിയിൽ പ്രവർത്തിച്ചിരിക്കുന്നത് പത്തനംതിട്ടയിലെ ഒരു സംഘം യുവാക്കളാണ്. ഒരിക്കൽ കേൾക്കുന്ന ആരെയും ക്രിസ്മസ് ആഘോഷങ്ങളുടെ ലോകത്തേക്ക് കൂട്ടിക്കൊണ്ടുപോവുകയാണ് ലെറ്റ്സ് ക്രിസ്മസ് എന്ന സംഗീത ആൽബം. ക്രിസ്തുമസിന്റെ വലിയ സന്ദേശം പകർന്ന് വേറിട്ട ശൈലിയിൽ പുറത്തിറക്കിയിരിക്കുന്ന ആൽബം റിലീസ് ചെയ്ത് ദിവസങ്ങൾക്കുള്ളിൽ തന്നെ യൂട്യൂബിൽ പ്രേക്ഷക ശ്രദ്ധ നേടിക്കഴിഞ്ഞു. വാര്യാപുരം സ്വദേശി ജോയിസിന്റെ വരികൾക്ക് പത്തനംതിട്ട തോന്നിയാമല സ്വദേശി ലിജോ ജോൺസണാണ് സംഗീതം പകർന്നിരിക്കുന്നത്. ജാസി ഗിഫ്റ്റും ചന്ദ്രലേഖയുമാണ് ഗായകർ. പാട്ട് ഒരു വ്യത്യസ്തമായ രീതിയിലാണ് ചിത്രീകരിച്ചിരിക്കുന്നത്. അതിന്റെ പാട്ടിൽ സാധാരണ ക്രിസ്മസിൽ വരുന്നൊരു മൂഡിനേക്കാളുള്ള ഒരു ബല്ലെ ബല്ലെ എന്നൊരു പോർഷനോടുകൂടി ഒരു എൻജോയ്മെന്റ് മൂഡിലാണ് പാട്ട് ക്രിയേറ്റ് ചെയ്തത്. പത്തനംതിട്ടയിലെ മുള്ളനിക്കാട് സെവൻത് ഡേ സ്കൂൾ, നഗരസഭാ മാർക്കറ്റ് എന്നിവയാണ് പ്രധാന ലൊക്കേഷനുകൾ. പത്തനംതിട്ടയുടെ സൗന്ദര്യം മികവാർന്ന രീതിയിൽ പകർത്തി സംവിധാനം നിർവഹിച്ചിരിക്കുന്നത് മുള്ളനിക്കാട് സ്വദേശി ജോർജ് ജോസഫാണ്. ഇത് പൂർണ്ണമായും പത്തനംതിട്ടയിലാണ് ഇത് ഷൂട്ട് ചെയ്തിരിക്കുന്നത്. മുള്ളനിക്കാട്, കൊടുന്തറ, ഓമല്ലൂർ തുടങ്ങിയ സ്ഥലങ്ങളിലാണ് ഇത് ഷൂട്ടിംഗ് നടന്നത്. പിന്നെ പത്തനംതിട്ട മുനിസിപ്പാലിറ്റിയിലാണ് ഇതിന്റെ ഒരു രണ്ടാമത്തെ പോർഷൻ ഷൂട്ട് ചെയ്തിരിക്കുന്നത്. രണ്ടാമത്തെ ലൊക്കേഷൻ അവിടെ ആയിരുന്നു. ലിജോ ജോൺസന്റെ സുഹൃത്തുക്കളായ വിദേശികളാണ് ആൽബത്തിൽ പ്രധാന വേഷങ്ങളിലെത്തുന്നത്. ആഘോഷം എന്നതിനപ്പുറം ക്രിസ്തുമസിന്റെ വലിയ സന്ദേശം കൂടി ആൽബം പ്രേക്ഷകർക്ക് സമ്മാനിക്കുന്നു. തമിഴ്, മലയാളം സിനിമകളിൽ അസോസിയേറ്റ് മ്യൂസിക് ഡയറക്ടറായി വർക്ക് ചെയ്തിട്ടുള്ള ലിജോ ജോൺസൺ ചന്ദ്രലേഖയുടെ ആദ്യ ക്രിസ്തീയ ആൽബമായ ക്രേദോയുടെ സംഗീത സംവിധാനവും നിർവഹിച്ചിട്ടുണ്ട്. സ്വപ്നങ്ങൾക്കപ്പുറം മൈ കംഫോർട്ട് തുടങ്ങിയ ആൽബങ്ങളുടെ സംഗീതവും ലിജോ ജോൺസൺ ആയിരുന്നു. ബാംഗ്ലൂർ മലയാളിയായ അജീഷ് ജോയിയാണ് ലെറ്റ്സ് ക്രിസ്മസിന്റെ പ്രൊഡ്യൂസർ. ദൈവദൂതന്റെ തിരുപ്പിറവി ആഘോഷിക്കുന്ന മലയാളികൾക്ക് ഒരു നല്ല ക്രിസ്മസ് സമ്മാനമാണ് ലെറ്റ്സ് ക്രിസ്മസ് എന്ന സംഗീത ആൽബം. ന്യൂസ് ഡെസ്ക്